ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹിമാലയൻ മാസ്റ്റർ അഷ്റഫ് സാറാണ്. നമസ്കാരം മാസ്റ്റർ. ഞാനിന്ന് ചോദിക്കാനായിട്ട് പോകുന്നത്, നമ്മുടെ ഈ ആധുനിക ലോകത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് ഫിയർ, അതുപോലെ തന്നെ സ്ട്രെസ്, ഫോബിക്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ഇതുമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും? ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിയർ, ആങ്സൈറ്റി, ടെൻഷൻ, സ്ട്രെസ്, പല ഫോബിയാസ് കണ്ടിട്ടില്ല. മരണഭയം എല്ലാത്തിന്റെ കീഴിൽ അതായത് കേന്ദ്രബിന്ദു മരണഭയമാണ് അല്ലെ. ഫോബിയാസിന്റെ ഒക്കെ അച്ചുതണ്ട് മരണഭയമാണ്, മരിക്കുമെന്നുള്ള ഭയം. ഇതൊക്കെ വരുമ്പോ തന്നെ പൂച്ചയെ ഭയം, പട്ടിയെ ഭയം, മരത്തിൽ കയറാനുള്ള ഭയം, താഴേക്ക് നോക്കുമ്പോഴുള്ള ഭയം അല്ലെ. നമ്മൾ ഈ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ആകുമ്പോൾ ഒരു ഭയം വരുന്നില്ല. അതേ രീതിയിലുള്ള വിവിധ തരത്തിലുള്ള ഭയങ്ങളാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല പല രീതിയിലാണ്. ചിലർക്ക് ജോലി സ്ഥലത്തെ ഭയം, ജോലിയിൽ പോകാനുള്ള ഭയം, ജോലി ഇല്ലാത്തത് കൊണ്ടുള്ള ഭയം, വരാൻ പോകുന്ന ഇൻ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഭയം, ആകുലത, പിന്നെ രോഗഭയം. രോഗഭയം ഒരു നിർണായക സംഭവമാണ് ഇന്നത്തെ കാലത്ത്. രോഗങ്ങളെ പറ്റി ഭയം, രോഗമുള്ളവരെ കാണുമ്പോഴുള്ള ഭയം, അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോലും പോകില്ല പേടിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ നിരവധി ഭയങ്ങൾ മനുഷ്യനെ വേട്ടയാടാണ്. ഇതിനൊക്കെ കാരണം എന്താണ്? ഒരൊറ്റ ത്രെഡാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്: നെഗറ്റീവ് ഇമാജിനേഷൻ. ആ ചിന്തകൾ അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലെ. ഭയം വരണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകണം, അതായത് വരാൻ പോകുന്നതിലേക്ക് പോകണം, അല്ലെങ്കിൽ കഴിഞ്ഞതിലേക്ക് പോകണം. വരാൻ പോകുന്നതോ അല്ലെങ്കിൽ കഴിഞ്ഞതോ ആയ കാര്യങ്ങളോ വരുമെന്നുള്ള ആശങ്കകളോ ആണ് ഭയം സൃഷ്ടിക്കുന്നത്. മനസ്സ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, സ്റ്റഡി ആയിട്ട് നിന്നാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള ഇമാജിനേഷൻ വർക്ക് ചെയ്യില്ല മൈൻഡില്. പ്രസന്റിൽ, സോളിഡ് പ്രസന്റിൽ, ഈ നിമിഷത്തിലുള്ള മൈൻഡിൽ ഒരിക്കലും കഴിഞ്ഞതോ വരാൻ പോകുന്നതോ ആയ കാര്യങ്ങൾ വരില്ല. വന്നാൽ തന്നെ അത് നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമാകും. അപ്പോൾ അതിനുള്ള ഏക പോം വഴി മനസ്സിനെ സോളിഡ് പ്രസന്റ് ആക്കുക. അതും എങ്ങനെ ആക്കണം? ഓട്ടോമാറ്റിക് ആവണം. അല്ലെങ്കിൽ നമ്മൾ അത് അങ്ങനെ ആക്കാൻ പറ്റില്ല അല്ല. നമ്മൾ നിർണായകമായ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അയ്യോ അങ്ങനെയല്ല പറഞ്ഞാണ് മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് ആക്കാനല്ല പറഞ്ഞേക്കണേ. അപ്പൊ അങ്ങനെ ചിന്തിച്ചാവില്ല ഒരിക്കലും. അത് വീണ്ടും മൈൻഡ് അവിടെ വർക്ക് ചെയ്യുക. മനസ്സിനെ നമ്മളായിട്ട് ഈ നിമിഷത്തിലേക്ക് ആക്കുമ്പോൾ വീണ്ടും മൈൻഡാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഭയം വരും, അതുകൊണ്ട് മനസ്സിനെ ഈ നിമിഷം ആക്കേണ്ടത് ആവശ്യമാവുന്നതെന്ന് ചിന്തിച്ചാൽ വീണ്ടും ഭയം വരും. ഭയം ആളിക്കത്തും. കാരണം നമ്മൾ ഭയന്നിട്ട് ഈ പ്രക്രിയയിലേക്ക് കടന്നേക്കാണ്. അതുകൊണ്ട് മനസ്സ് ഓട്ടോമാറ്റിക് ഈ പ്രസന്റിൽ ആവുകയും ചെയ്യുന്ന നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ്, അതായത് അചഞ്ചലമായിരിക്കണം, ചലിക്കരുത്. ആ ഒരു തരത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഫോബിയാസ് വേരോടുകൂടി ഇല്ലാതെയാക്കപ്പെടും. അങ്ങനെ ഒരു ഫോബിയാസും വരില്ല. മരണഭയം പോലും നമ്മളെ വേട്ടയാടില്ല. അങ്ങനെയുള്ള സകല ഫോബിയാസും പോവും. അതിനുള്ള ഏക വജ്രായുധം, ഏക മരുന്ന് ആണ് മെഡിറ്റേഷൻ. ഏത് മെഡിറ്റേഷനാണ് അത് ഞാൻ പറയുന്നുണ്ട് അടുത്ത വീഡിയോയിൽ. എന്തിനെയാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിർണായകമായൊരു വീഡിയോ ഞാൻ തരുന്നുണ്ട്. ആ സീക്രട്ടും പറയും. പക്ഷേ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു മാസ്റ്ററെ കീഴിലാവണം. നല്ല എക്സ്പേർട്ടായിട്ടുള്ള മാസ്റ്റർ, അല്ലെങ്കിൽ എനർജിയുടെ പ്ലേ ആണ്. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഒരു സാധാരണ യൂട്യൂബിൽ നോക്കി പ്രാക്ടീസ് ചെയ്യേണ്ടതല്ല. അപ്പോൾ ഭയം ഇതേ രീതിയിൽ നമുക്ക് ഇല്ലാതെയാക്കാം. അതിനുള്ള ഏക മാർഗം മെഡിറ്റേഷനാണ്. ആ മെഡിറ്റേഷൻ ഞാൻ പറയുന്നുണ്ട് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാര്യങ്ങൾ. ഇവിടെ ഇതിന് കാതലായ വശം എന്ന് പറയുന്നത് ഇമാജിനേഷൻ സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കണേ. അപ്പം നമ്മൾ എന്തിൽ ശ്രദ്ധ കൊടുത്താലും വീണ്ടും ഇമാജിനേഷൻ കടന്നു വരും. അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഭയം വരുന്നവർ, ഇപ്പൊ രോഗഭയം വന്നു ഒരാളിൽ രോഗഭയം ട്രിഗർ ആയിട്ട് രൂപാന്തരപ്പെട്ടു. അതായത് രോഗത്തെ പറ്റി വിചാരിക്കുമ്പോൾ തന്നെ മരണഭയം കയറി കൂടുകയാണ്. എനിക്ക് വരുമോ, വന്ന ആള് ഞാൻ തന്നെയാണോ? അതായത് ഇങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ പല സംഭവങ്ങളും കാണുമ്പോൾ ആ വ്യക്തി അതായിട്ട് ചിന്തിച്ചാലേ ഞാനാവുന്നു അതിൽ. അങ്ങനെയുള്ള പ്ലേ ഒക്കെ മൈൻഡ് പ്ലേ ചെയ്തളെ, കളിപ്പിച്ചളെ. അതായത് നിങ്ങളാവുന്നു അതിൽ സംഭവത്തിൽ. അങ്ങനെയൊക്കെയുള്ള നിർണായകമായ കാര്യങ്ങൾ. മരണത്തെ പറ്റി കേൾക്കാൻ ഇഷ്ടപ്പെടില്ല, മരണ ന്യൂസുകൾ ഇഷ്ടപ്പെടില്ല. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ, ആക്സിഡന്റ്, ഇതൊക്കെ ഈ ട്രിഗർ വേർഡ്സ് ആയിട്ട് രൂപാന്തരപ്പെടാണ്, മനസ്സിനെ സ്വാധീനിക്കുകയാണ് അതിഭീകരമായിട്ട്. അപ്പൊ അതിനെ മാറ്റാൻ ഏക മാർഗം മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് ആക്കുക. ഈ നിമിഷത്തിൽ വരുമ്പോൾ ആ ചിന്തകൾ വന്നു പോകുന്നു. അതായത് ഒരു സാക്ഷി ഭാവത്തിൽ പോയിക്കൊണ്ടിരിക്കും, നമ്മളെ ബാധിക്കുന്നില്ല. പക്ഷേ നെഗറ്റീവ് ഇമാജിനേഷൻ കയറി കൂടുന്ന വ്യക്തിയിലോ ആ ചിന്ത വന്നു, അതവിടെ നിൽക്കുന്നു. അവസാനം അത് കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ അതിലേക്ക് വലിച്ചഴിച്ചുകൊണ്ടുപോയി നമ്മൾ അതാക്കി തീർക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ മൈൻഡിനെ പ്രസന്റ് ആക്കുക എന്നുള്ളതാണ് ഇതിലെ ഏക വജ്രായുധം. അതിന് മെഡിറ്റേഷനുള്ളൂ മാർഗം. ആ മെഡിറ്റേഷൻ എന്ത് മെഡിറ്റേഷനാണ്? ആയിരക്കണക്കിന് മെഡിറ്റേഷൻ ഉണ്ട്. അതിൽ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ഒരൊറ്റ വഴിയുള്ള ഈ ഭൂമിയിൽ. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരും. അതിന്റെ സീക്രട്ട് ഞാൻ പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടത്. ഓക്കെ, ശരി. താങ്ക് യു മാസ്റ്റർ.